മുഖ്യമന്ത്രി പിണറായി വിജയൻ രോഗത്തിൻ്റെ ഒരു പ്രശ്നത്തിൽ അമേരിക്കയിലൊക്കെ ചികിത്സ തേടുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്. സ്വാഭാവികമായും അടുത്ത മൂന്നാമത്തെ ടേം കൂടി വന്നാൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാൽ അടുത്ത പിൻഗാമിയായി വരേണ്ടത് ഗോവിന്ദ മാഷാണ്. പക്ഷേ അത് മുൻകൂട്ടി കണ്ടിട്ടാകണം ഈ ഗോവിന്ദ മാഷിനെതിരെ നിരന്തര ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ജ്യോത്സ്യനെ പോയി കണ്ടു എന്ന് പറഞ്ഞൊരു വിവാദം, അത് കുറേ നാൾ ഇങ്ങനെ അത് അന്തരീക്ഷത്തിൽ നിന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ മകനെതിരായിട്ടുള്ളൊരു വിവാദം വന്നത്. ഒരു PBയിലെത്തിയ ഒരു കത്ത് സംബന്ധിച്ച് അത് ചോർന്നു, അല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തിക തട്ടിപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞൊരു കത്ത് അദ്ദേഹത്തിൻ്റെ മകൻ വഴി ചോർന്നു. അദ്ദേഹം അതിനെ അസംബന്ധം എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തോ ഒരു ലോബി ഗോവിന്ദ മാഷിനെതിരെ പ്രവർത്തിക്കുന്നതായി അണികൾക്കിടയിലും സംസാരമുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വിഷയം വന്നതോടുകൂടി അതൊന്ന് കെട്ടടങ്ങിയിട്ടുണ്ട്. എങ്കിലും അത് അധികം താമസിയാതെ പൊങ്ങി വരുമെന്നാണ് തോന്നുന്നത്. അതിനെ എങ്ങനെ കാണാം? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം കോൺഗ്രസ്സുകാരെടുത്ത് വീശിയതുപോലെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ഈ പരസ്പരം തലതല്ലിച്ചാകാൻ നടക്കുന്നവരുടെ ഒരു കൂട്ടമാണ് രാഷ്ട്രീയക്കാർ. അതെ. ഇപ്പോൾ ഗോവിന്ദൻ മാഷിൻ്റെ കാര്യം, സാധാരണഗതിയിൽ പാർട്ടി ജനറൽ സെക്രട്ടറിയാണ് അടുത്തൊരു ടേം വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയാവുക. അതാണല്ലോ ഒരു കീഴ്വഴക്കം. തീർച്ചയായിട്ടും അങ്ങനെയാണ് പിണറായി വന്നതും. ഇതൊക്കെ ഒരു മൂന്നാം ടേം LDF സർക്കാർ വരുമെന്ന് പറഞ്ഞാൽ, നമുക്കങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ BD സതീശനൊക്കെ അറ്റാക്ക് വരും. കാരണം ഏറ്റവും കൂടുതൽ അറ്റാക്ക് വരുന്നത് കുഞ്ഞാലിക് സാഹിബിനായിരിക്കും. അതെ, ഈ മുസ്ലിം ലീഗിന് ഭരണമില്ലാതെ നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ UDFൻ്റെ പങ്കാളികൾ, ആ കൂടെയുള്ളവരൊക്കെ അറ്റാക്ക് വരികയോ ബോധക്ഷയം ഉണ്ടാവുകയോ ചെയ്യും. ഇനി മൂന്നാം തവണ വരുമെന്ന് ശരി നമുക്ക് സങ്കല്പിക്കാം. മൂന്നാം തവണ ഈ ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടെങ്കിലും കോൺഗ്രസ്സുകാരുടെ തലിതല്ലിക്കീറൽ കൊണ്ട് മൂന്നാം ടീമിലും LDF വരികയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് മുൻപിൽ നിന്ന് നയിക്കാൻ പോകുന്നത് എന്ന് പാർട്ടി കോൺഗ്രസ്സൊക്കെ തീരുമാനമെടുത്തിട്ടുണ്ട്. പ്രായത്തിൻ്റെ ഇളവ് കൊടുത്തിട്ടുണ്ട്. ഈ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും മുഖ്യമന്ത്രിയാവാനൊരു പ്രശ്നമാവില്ല ചിലപ്പോൾ, മനസ്സിലാവും. ഇനി പിണറായി വിജയൻ്റെ ഉള്ളിൽ മറ്റു ചില ആശയങ്ങളുണ്ടോ എന്ന് സംശയമുണ്ട്. എന്നോട് ഈ അടുത്ത് ഒരു CPM ശക്തനായ പ്രവർത്തകൻ പറഞ്ഞു, ഒരിക്കലും പിണറായി വിജയൻ റിയാസിനെ കൊണ്ടുവരാൻ പറയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, കഴിഞ്ഞ ടൈം അധികാരത്തിലെത്തുമ്പോൾ ഏറ്റവും മുഖ്യമായ ഒരു മന്ത്രിസ്ഥാനം പോലും റിയാസിന് കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല. CPMൻ്റെ കണക്കുകൾ അനുസരിച്ച് അല്ലെങ്കിൽ കീഴ്വഴക്കം അനുസരിച്ച് ഒരിക്കലും ആദ്യ ടൈമിൽ MLA ആവുന്ന ആളിന് അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനമൊന്നും കൊടുക്കില്ല, മന്ത്രിസ്ഥാനം കൊടുക്കില്ല. അപ്പോൾ പിണറായി വിജയൻ അത് ചെയ്യണമെങ്കിൽ പ്രത്യേക താല്പര്യപ്രകാരമല്ലേ, ആർക്കും എതിർത്തൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ട് അടുത്ത മുഖ്യമന്ത്രിയാകാൻ റിയാസിനെ നിർദ്ദേശിച്ചുകൂടാ എന്ന് ചോദിച്ചപ്പോൾ ആ CPMകാരൻ്റെ നാവടഞ്ഞു പോയി. അപ്പോൾ ഞാൻ പറയുന്നത്, ഗോവിന്ദൻ മാഷ് അതിനുള്ള ചരടുവരികൾ നീക്കുന്നുണ്ടാവണം. അപ്പോൾ ഗോവിന്ദൻ മാഷിനെ മനഃപൂർവ്വം ആക്രമിക്കാൻ വേണ്ടി ചിലർ പദ്ധതിയിട്ടിട്ടുണ്ട്. ഇപ്പം ജ്യോത്സ്യനെ കാണാൻ പോയി എന്ന് പറയുന്നത് അതൊരു അതൊരു വ്യക്തിബന്ധത്തിൻ്റെ പേരിൽ കാണാൻ പോയതാണെന്നാണ് ഗോവിന്ദൻ മാഷ്. ഇനി അതല്ല, ജ്യോതിഷനെ കണ്ട് ഞാൻ മുഖ്യമന്ത്രിയാകുമോ, അടുത്ത ടൈം LDF വരുമോ എന്ന് നോക്കാൻ പോയതാണെങ്കിൽ എന്താ തെറ്റ്? കാരണം CPMകാർക്ക് ഇപ്പോൾ വിശ്വാസമാവാം, അന്ധവിശ്വാസവും ഈശ്വരവിശ്വാസവും ഒക്കെ ആവും. ഈശ്വരവിശ്വാസം എന്ന് പറയുന്നത് ഒരു പരിധിവരെ അന്ധവിശ്വാസമാണ്. പണ്ട് കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ ഈശ്വരവിശ്വാസികളായിരിക്കരുത് എന്ന് ഒരു രീതി ഉണ്ടായി. അതെല്ലാം മാറി. പാർട്ടി അനുഭാവികൾക്കോ പാർട്ടി അംഗങ്ങൾക്കോ ഈശ്വരവിശ്വാസമാകാം എന്ന് പറയുന്നത് പാർട്ടി ഒരു തീരുമാനമായിട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലോക്കൽ കമ്മിറ്റിയിലും ബ്രാഞ്ച് കമ്മിറ്റിയിലും ഒക്കെ ഉള്ള അംഗങ്ങൾ എത്രയോ പേര് വിശ്വാസികളുണ്ട്. ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ കണ്ടിട്ടില്ല, ആഘോഷിക്കുന്നു. എത്രയോ അമ്പലങ്ങളിലെ ഉത്സവങ്ങൾ ഈ പാർട്ടിക്കാർ തന്നെ നടത്തുന്നു. അപ്പോൾ അത് വിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഗോവിന്ദൻ മാഷ് ജ്യോതിഷിയെ കാണാൻ പോയതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ പോട്ടെ. ഇനി ഗോവിന്ദൻ മാഷിൻ്റെ മകൻ ശ്യാം രഞ്ജിത്തിൻ്റെയൊക്കെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. സിനിമാ രംഗത്ത് സജീവമാണ്, നല്ല ചെറുപ്പക്കാരനാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ ചില അവിഹിത ഇടപാടുകൾ നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ലണ്ടനിലെ പാർട്ടി അംഗമായ രാജേഷ് കൃഷ്ണയുമായി വഴിവിട്ട ഇടപെടലുകളുണ്ട്. അങ്ങനെയാണ് ഷർഷാദ് എന്ന് പറയുന്ന അദ്ദേഹം പാർട്ടിക്കെതിരെയും ഇവർക്കെതിരെയും എല്ലാം തിരിഞ്ഞത്. അയാളുടെ കുടുംബജീവിതം തകർന്നു. അപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പത്രമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, മക്കൾക്ക് പോലും ജീവനാംശം കൊടുക്കാത്ത ഒരു അപ്പനാണ് ഷർഷാദ് എന്ന് പറഞ്ഞു. ഷർഷാദിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി
അയാളെ നാവടക്കാൻ വേണ്ടി പല കാര്യങ്ങളും വരുന്നുണ്ട്. അതിനും ഒരു വനിതയെ രംഗത്തിറക്കിയിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വഴിവിട്ട ബന്ധങ്ങൾ. ഗോവിന്ദൻ മാഷിന് മകനുണ്ട് എന്ന് പറയുന്നു. ഗോവിന്ദൻ മാഷിന് കൃത്യമായി മറുപടി കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ശത്രുക്കളുടെ ആരോപണങ്ങളാണെന്ന് പറയുകയല്ലാതെ ഇതിനൊന്നും ഇപ്പോൾ ഈ കത്ത് വിവാദത്തിൽ കൃത്യമായൊരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പോളിറ്റ് ബ്യൂറോയിലേക്ക് കൊടുത്ത കത്ത് എങ്ങനെയാണ് വെളിയിൽ വന്നത്, അതാരാണ് ചോർത്തിക്കൊടുത്തത്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആരൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഗോവിന്ദൻ മാഷിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാവും. ഒരിക്കലും ഗോവിന്ദൻ മാഷ് മുഖ്യമന്ത്രി ആവരുത്. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ ഗോവിന്ദൻ മാഷ് ഒരിക്കലും നല്ലൊരു മുഖ്യമന്ത്രി ആയിരിക്കില്ല. അതിനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളിലും അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും ഒക്കെ നമുക്ക് ആ കഴിവില്ലായ്മ മനസ്സിലായി. അല്ല, ഇതിപ്പം വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പം പിണറായി വിജയന് ശേഷം എന്തായാലും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അദ്ദേഹം ചിലപ്പോൾ വിശ്രമത്തിലേക്ക് പോയാൽ ഒരു നേതാവെന്ന് ചൂണ്ടിക്കാണിക്കാൻ പിന്നെ CPM ആരുണ്ട് എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നു. അല്ലാതെ അത് എല്ലാ നേതാക്കന്മാരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. രാഷ്ട്രീയ പാർട്ടിയിലായാലും സംഘടനയിലായാലും പുതിയ പുതിയ ആൾക്കാരെ വളർത്തിക്കൊണ്ട് വരണം. അപ്പോൾ പിണറായി വിജയൻ വളരെ ഈസി ആയിട്ട് ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ എന്താ റിയാസിനെ വളർത്തിക്കൊണ്ട് പോകുന്നല്ലേ? റിയാസ് മിടുക്കനല്ലേ എന്ന് പിണറായി വിജയന് ചോദിക്കാം. എന്നാൽ സീനിയോറിറ്റിയുടെ ഭാഗം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ EP ജയരാജൻ ആഗ്രഹം കാണില്ലേ മുഖ്യമന്ത്രി? ശൈലജ ടീച്ചർക്ക് മോഹം കാണില്ലേ? P ജയരാജൻ ഉണ്ടാവാം, ഐസക് തോമസിന് ഉണ്ടാവാം, അങ്ങനെ എത്രയോ പേർക്ക് ഇവരുടെ എല്ലാം ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ആർക്കും പുറത്ത് പറയാൻ പറ്റില്ല. ഈ കോൺഗ്രസിലെ പോലെ ആരും അതിനുവേണ്ടി കുപ്പായം തയ്ച്ചിട്ടുണ്ട് എന്ന് പുറത്ത് പറയും. പക്ഷേ ഇവരുടെയൊക്കെ ഉള്ളിൽ മോഹമുണ്ട്. തീർച്ചയായിട്ടും. അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. അപ്പോൾ ഗോവിന്ദൻ മാഷിനേക്കാൾ ചിലപ്പോൾ ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞ ഐസക് തോമസോ അങ്ങനെയൊക്കെ ശൈലജ ടീച്ചർ വന്നാലും നല്ലതായിരിക്കും. വനിതാ മുഖ്യമന്ത്രി നല്ല ഓപ്ഷനാണ്. പക്ഷെ അതൊന്നും ഇവർ സമ്മതിക്കും. പക്ഷെ എന്തുകൊണ്ട്? അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈഗോ. ഇപ്പോൾ കഴിഞ്ഞ ടൈമിൽ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു ശൈലജ ടീച്ചറുടെ. ആ കോവിഡ് വന്നപ്പോഴൊക്കെ പത്രസമ്മേളനത്തിൽ പോലും അവർ ഷൈൻ ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ അവരെ മാറ്റി നിർത്തി കറിവേപ്പില പോലെ എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തിയ മുഖ്യമന്ത്രി. അതുപോലെ തന്നെ ഇപ്പൊ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിച്ച് അവരെ ഒന്നും അല്ലാതാക്കി. അതൊക്കെ മനഃപൂർവ്വം പ്ലാൻ ചെയ്തതാണ്. അവരെ ഒരു വനിതാ മുഖ്യമന്ത്രി, ഇപ്പം വനിതകൾക്ക് വേണ്ടി ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തത്, വനിതാ പ്രാതിനിധ്യം, വനിതകളെ പ്രൊമോട്ട് ചെയ്യുന്നു, ഇതൊക്കെ പറയുന്ന ഈ CPM-ന്റെ പൊള്ളയായ വാചകമടിയല്ലേ? എന്തുകൊണ്ട് ഞാൻ പറയുന്നു ശൈലജ ടീച്ചർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാലും അതൊരു പുതിയ തുടക്കമായിരുന്നു. 3ാം ടൈം കിട്ടിയ. പക്ഷേ പഴയ അവസ്ഥയനുസരിച്ച് ഇനി മത്സരിക്കാൻ പോലും സാധ്യതയുണ്ടോ എന്നറിയില്ല. പക്ഷേ ഈ മത്സരിപ്പിച്ചില്ലെങ്കിൽ പിണറായി വിജയൻ എങ്ങനെയാണ് മത്സരിക്കുക? അപ്പോൾ കൃത്യമായ ഒരു കാര്യം പറയും, ഇനി മത്സരിച്ചു ജയിച്ചാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയതാണ്, ജനങ്ങൾ പിന്തള്ളിയ ആളാണ്, അവരെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റില്ല എന്ന് പാർട്ടി ഒരു തീരുമാനമെടുക്കും. പാർട്ടി ഇപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തവസ്ഥയിലാണെങ്കിലും പിണറായിയുടെ കീഴിൽ തന്നെയാണ്. പിണറായിയുടെ വാക്കിനാണ് അന്തിമമായി ശരി എന്ന് പറയുന്ന പോളിറ്റ് ബ്യൂറോ അടക്കം ബാക്കി നേതാക്കളെല്ലാം പിണറായിയുടെ വാക്കിനെ വില കൊടുക്കുകയാണോ അതോ ഭയമാണോ എന്നറിയില്ല, അതിനെ മുഖവിലക്കെടുക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഇതാണ് ഇവിടെ CPM-ൽ സംഭവിക്കുന്നതുകൊണ്ട് ഗോവിന്ദൻ മാഷെ അധികം സ്വപ്നമൊന്നും കാണണ്ട. ആ സ്വപ്നങ്ങൾ ശിഥിലമായി കഴിയുമ്പോൾ, തകർന്ന് വീണുടയുമ്പോൾ മാനസിക വിഷമം ഉണ്ടാവും. അതുണ്ടാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ പ്രിക്കോഷൻ എടുക്കുക. എനിക്ക് മുഖ്യമന്ത്രി ആവണ്ട എന്നങ്ങ് തുറന്നു പറയും.